കാശിയുടെ കൈകൾ തട്ടിമാറ്റി പോകാൻ ശ്രമിച്ചു. പാർവതി അവൻ പിടിച്ചു തൻ്റെ കരവലയത്തിലാക്കി. അവളുടെ കൈകൾ രണ്ടും പുറകിലേക്കാക്കി അവളുടെ സാരി വലിച്ചു വരാൻ നോക്കി. ആ നിമിഷം പാറു കണ്ണടച്ചു നിന്നു. അവളുടെ നിൽപ്പ് കണ്ട് കുറച്ചു നേരം കാശി അവളെ തന്നെ നോക്കി നിന്നു. പിന്നെ പതിയെ കൈകൾ വിട്ടു. കണ്ണുകൾ തുറന്നു പാർവതി സാരി നേരെയാക്കി വേഗം തന്നെ ഓടിപ്പോയി. അത് കണ്ട് കാശി ചിരിച്ചു. എന്തോ മനസ്സ് അവളോട് അടുക്കാൻ കൊതിക്കുന്നത് പോലെ തോന്നിയവന്. അതേസമയം തന്നെ മറ്റൊരു മുഖം മനസ്സിൽ കടന്നു വന്നതും കണ്ണിൽ കോപം ജ്വലിച്ചു. പാറുവിന് അവൾ വീണ്ടും കാശിയുടെ പഴയ പാറു ആയതുപോലെ തോന്നി. ഒരു നിമിഷത്തെ എടുത്തുചാട്ടത്തിൽ വന്നതാണെങ്കിലും ഈ ജീവിതം താൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പാറു അപ്പോൾ തന്നെ ഫോൺ എടുത്തു ദേവിയെ വിളിച്ചു. എന്താ ഇടി? എന്താവാൻ? ഇന്നലെ പറഞ്ഞു ഇവിടെ കണ്ടുപോകരുതെന്ന്. ഇന്ന് രാവിലെ പറയാം ഇനി വീടിൻ്റെ പടി ഇറങ്ങിയല്ലേ എന്ന്. അതെന്താ? എന്തായാലും സൂക്ഷിച്ചു നിന്നു. നിന്നെ എടുത്തു അലക്കാൻ കിട്ടുന്ന ഒരവസരവും വെറുതെ കളയില്ല. ഇപ്പോൾ ഒന്ന് കഴിഞ്ഞേ ഉള്ളൂ. നീ വിഷമിക്കണ്ട. എല്ലാം പ്ലാൻ ചെയ്തതുപോലെ നടക്കും. അപ്പോൾ ഞങ്ങൾ എല്ലാം കുറച്ചു കഴിഞ്ഞ് അങ്ങ് വന്നേക്കാം. ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞതും പുറകിൽ നിൽക്കുന്ന കാശിയെ കണ്ടു പാറു ഞെട്ടി. ഒരു നിമിഷം പകച്ചു നിന്നു. കാശി അവളെയും ഫോണും മാറി മാറി നോക്കി. ആരോടാണ് സംസാരം? അത് പിന്നെ ഇന്ന് സ്കൂളിൽ വരുന്നില്ല എന്ന് വിളിച്ചു പറയുകയായിരുന്നു. ഇന്ന് അല്ല ഇനിയൊന്നും. അതൊന്നും പറ്റില്ല. ഞാൻ ആഗ്രഹിച്ചു സ്വന്തമാക്കിയ ജോലിയാണ്. അത് കളയാൻ പറ്റില്ല. ആണോ? എന്നാൽ ശരി, പോയിക്കോ. പക്ഷെ ഒരു കണ്ടീഷൻ. പാറു എന്താ എന്ന ഭാവത്തിൽ അവനെ നോക്കി. കാശി അവളോട് കൂടുതൽ ചേർന്ന് നിന്ന് അവളെ നോക്കി മീശ പിരിച്ചു. എന്നും രാവിലെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു വേണമെങ്കിൽ പോയിക്കോ. നിങ്ങളുടെ എന്ത് കാര്യം? രാവിലെ എന്നെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് ചായ തന്നു, ഡ്രസ്സ് എടുത്ത് തന്നു. പിന്നെ അവൻ്റെ ചിരിയുടെ അർത്ഥം മനസ്സിലായി. പാറു അവനെ തുറച്ചു നോക്കി. അവൻ അവളോട് ഒന്നുകൂടെ ഒട്ടിനിന്ന് ഒരുമ്മയൊക്കെ തന്നു. സമയം ഉണ്ടെങ്കിൽ പോയിക്കോ. പിന്നെ നിങ്ങൾ പിഞ്ചു കുഞ്ഞല്ലേ. നിന്നോടാരാ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ പറഞ്ഞത്? ഇനി അനുഭവിച്ചോ. പിന്നെ ഇതൊക്കെ എൻ്റെ സമയത്തിന് വേണം ചെയ്യാൻ. പാറു ഒന്നും മിണ്ടാതെ നിന്നു. മനസ്സിൽ പല കണക്കുകൂട്ടലുകളും നടത്തിക്കൊണ്ട്. കാശിയാണെങ്കിൽ സന്തോഷം പുറത്ത് കാണിക്കാതെയും. അവളെ ഒരിക്കലും ഇനി സ്കൂളിൽ വിടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് കാശി റെഡിയായി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് മുറ്റത്ത് ഒരു കാർ വന്നു നിന്നത്. അതിൽ നിന്നും ഇറങ്ങിയ ആളുകളെ കണ്ട് കാശി ഒന്ന് ഞെട്ടി. എങ്കിലും അത് മുൻകൂട്ടി കണ്ടിരുന്നു. വണ്ടിയിൽ നിന്നിറങ്ങിയ മാധവനും സുമിത്രയും കാശിയെ ദേഷ്യത്തിൽ നോക്കി. കൂടെ ദേവിയും ഉണ്ടായിരുന്നു. കാശി എന്ത് സംസാരിക്കും എന്നറിയാതെ പരുങ്ങി. അവരും ഉമ്മറത്ത് തന്നെ നിന്നു. ജാനകി ഓടി വന്ന് അവരെ അകത്തേക്ക് ക്ഷണിച്ചു. പാർവതിയും അവരെ കണ്ട് ഒരുപാട് സന്തോഷിച്ചു. അവൾ സുമിത്രയെയും മാധവനെയും കെട്ടിപ്പിടിച്ചു. കാശി ഇതെല്ലാം കണ്ട് ഉമ്മറത്ത് തന്നെ നിന്നു. അവരെല്ലാം അകത്ത് കയറിപ്പോയെങ്കിലും കാശി മാത്രം പുറത്തു നിന്നു. പാർവതി വന്ന് വിളിച്ചപ്പോൾ നിവർത്തിയില്ലാതെ അവരുടെ മുന്നിൽ പോയി നിന്നു. അവൻ്റെ അടുത്ത് തന്നെ പാറുവും നിന്നു. കാശി ഗൗരവം വിടാതെ തന്നെ നിന്നതും. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. നിങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങളുടെയും. അതുകൊണ്ട് ചടങ്ങുകൾ ഒന്നും ഇല്ലാതെ ആക്കണ്ട. അടുത്തു വരുന്ന നല്ല മുഹൂർത്തത്തിൽ നാലാൾ അറിയെ തന്നെ വിവാഹം നടത്താം. മാധവൻ്റെ വാക്കുകൾ കേട്ട് കാശി അമ്പരന്നു. അവൻ കേട്ടതൊന്നും വിശ്വാസമില്ലായിരുന്നു. വലിയൊരു വഴക്ക് മുന്നിൽ കണ്ടിട്ട് ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ലെന്ന് കേട്ട ഷോക്കിലായിരുന്നു അവൻ. എല്ലാവരും അവൻ്റെ മറുപടി കേൾക്കാൻ കാത്തിരുന്നു. അവൻ അപ്പോഴും അതേ നിൽപ്പ് തന്നെയായിരുന്നു. അത് കണ്ട പാറു ആരും കാണാതെ അവൻ്റെ കയ്യിൽ ഒന്ന് നുള്ളി. അവൻ പെട്ടെന്ന് സ്വബോധം വീണ്ടെടുത്തു. അവളെ നോക്കി പേടിപ്പിക്കാനും മറന്നില്ല. അതൊന്നും വേണ്ട. താലി കെട്ടി എൻ്റെ ഭാര്യയായി ഇനിയൊരു ചടങ്ങും വേണ്ട. അവരെ ഒന്നും നോക്കാതെ ഗൗരവത്തിൽ തന്നെ അവൻ പറഞ്ഞു. അത് കേട്ട് മാധവനും സുമിത്രക്കും സങ്കടമായെങ്കിലും അവർ എതിരെ ഒന്നും പറഞ്ഞില്ല. ജാനകി ചായ കൊണ്ടുവന്നു കൊടുത്തു. എല്ലാവരും കുടിക്കുമ്പോഴാണ് മാധവൻ വീണ്ടും സംസാരിച്ചത്. വേറെ ചടങ്ങൊന്നും ഇല്ലെങ്കിലും ഇന്ന് നിങ്ങൾ അങ്ങോട്ട് വരണം. കല്യാണം അവിടെ വെച്ചാണ് നടത്തേണ്ടത്. ആ നിലക്ക് അതിനെന്താ, ഞങ്ങൾ ഇന്ന് തന്നെ വരും. പാർവതി പെട്ടെന്ന് കയറി പറഞ്ഞു. കാശി അവളെ കടുപ്പിച്ചൊന്ന് നോക്കി. അവരെല്ലാം സന്തോഷിച്ചു. കാശി അവളോട് ചേർന്ന് നിന്ന് ചെവിയിൽ പതിയെ പറഞ്ഞു. നിന്റെ തന്തയോടൊപ്പം അങ്ങ് പോകാം എന്ന ധാരണ ഒന്നും വേണ്ട മോളെ. എനിക്കങ്ങനെ പോകണം എന്നുള്ള ധാരണയും ഇല്ല മോനെ. അവളും ഒരൊക്കെപ്പേര് പോലെ മറുപടി കൊടുത്തു. അവിടെ നിന്ന് ദേവിയെ പിടിച്ചോടി. കാശി അവളെ പിടിക്കാൻ നിന്നെങ്കിലും കിട്ടിയില്ല. എന്നാലും എത്ര പെട്ടെന്നാണ് നീ ഇങ്ങനെയൊക്കെ. എന്തായാലും നിന്റെ സ്വപ്നം പോവാണിഞ്ഞല്ലോ. അതൊക്കെ ശരിയാ മോളെ ദേവിയെ. പക്ഷെ അങ്ങേരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ ഇത്തിരി പാടാ. അവർ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കുറച്ചു കഴിഞ്ഞ് അവരെല്ലാം പോകാനായി ഇറങ്ങി. പാർവതിക്ക് സങ്കടം വന്നെങ്കിലും അവൾ പുറത്തു കാണിച്ചില്ല. അച്ഛനും അമ്മയും സങ്കടപ്പെടേണ്ട എന്ന് കരുതി അവൾ ചിരിച്ചു നിന്നു. കാശി വലിയ താല്പര്യമൊന്നും കൊടുക്കാതെ പുറകിൽ നിന്ന് പെട്ടെന്ന് മാധവൻ കാശിയുടെ കയ്യിൽ വന്ന് പിടിച്ചു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്തോ അവനും ഒരു വിഷമം തോന്നി. എനിക്കാകെ ഉള്ളതാണ്. പൊന്നുപോലെ നോക്കിയില്ലെങ്കിലും കണ്ണ് നിറക്കരുത്. മാധവൻ യാത്ര പറഞ്ഞു പോകുമ്പോൾ പാർവതി കരഞ്ഞു. കണ്ണുകൾ ആരും കാണാതെ തുറക്കുന്നത് കാശി കണ്ടിരുന്നു. അവനും സങ്കടം തോന്നി. ഒരച്ഛൻ്റെ സ്വപ്നങ്ങൾ എല്ലാം തകർത്തു എന്നൊരു തോന്നൽ. പക്ഷെ അവളോടുള്ള സ്നേഹം അതിനേക്കാൾ ഇരട്ടി തന്നെയാണ്. മുറിയിൽ ജനലിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു പാറു. അത് കണ്ടുകൊണ്ടുവന്ന് കാശിക്ക് മനസ്സിലായി അവൾ സങ്കടത്തിലാണെന്ന്. അവളുടെ സങ്കടം അവനിലും നോട് പകർത്തുമെന്ന് അവൻ അറിഞ്ഞു. എന്താടി, പകൽക്കിനാവ് കാണുവാണോ? പാറു ഒന്നും മിണ്ടാൻ പോയില്ല.
ഒരു വഴക്ക് കൂടാൻ ഉള്ള മാനസികാവസ്ഥ അല്ലായിരുന്നു അവളുടെ മൗനം അവനിലും നൊമ്പരമായി. ഓ, ഇന്ന് വീട്ടിൽ പോകാമല്ലോ എന്നോർത്ത് നിൽക്കുമായിരിക്കും. വല്ലാതെ ഓർക്കണ്ട, പോകണോ എന്ന് തീരുമാനിച്ചിട്ടില്ല. അവന്റെ വാക്കുകൾ കേട്ട് അവൾക്ക് ദേഷ്യം വന്നു എങ്കിലും ഒന്നും മിണ്ടാൻ പോയില്ല. അവളെ വീണ്ടും ദേഷ്യം പിടിപ്പിക്കാൻ അവൻ ശ്രമിച്ചു. എന്നാലും നിന്റെ തന്തയെ സമ്മതിക്കണം. മകളെ തട്ടിക്കൊണ്ടുവന്ന് കല്യാണം കഴിച്ച ആളോട് പെരുമാറുന്നു നോക്കിയേ. ഇങ്ങനെയുണ്ട് ആളുകൾ. ഇപ്രാവശ്യം പാറുവിന്റെ കയ്യിൽ നിന്നും പോയി. അവൾ ദേഷ്യത്തിൽ വന്ന് അവന്റെ ഷർട്ടിൽ പിടിച്ചു. അവൻ അത് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ഞെട്ടി. തന്റെ വിചാരം എന്തോന്നോ, താൻ വലിയ ഹീറോ ആണെന്നോ. എൻ്റെ അച്ഛൻ്റെ മാന്യത ആണത്, അല്ലാതെ കള്ളു കുടിച്ച് നടക്കുന്ന തനിക്ക് ഒന്നും അത് അറിയില്ല. എന്നെ തട്ടിക്കൊണ്ടു വന്നാണ് വിവാഹം കഴിച്ചതെന്ന് അറിഞ്ഞാൽ ആ നിമിഷം തന്നെ അച്ഛൻ കൊല്ലും. കാശി ഒന്നും മിണ്ടാതെ കണ്ണ തുറച്ചു നിന്നു. പാർവതിയുടെ ദേഷ്യം മാറും വരെ എന്തൊക്കെയോ പറഞ്ഞു. അവൻ ഒരക്ഷരം മിണ്ടിയില്ല. പിന്നെ ഒരു കാര്യം കൂടി, ഇന്ന് നമ്മൾ പോകും, രാത്രി അവിടെ നിൽക്കും. അതുകൂടെ പറഞ്ഞുകൊണ്ട് പാറു മുറിയിൽ നിന്നും പോയി. കാശി ശ്വാസം വിട്ടു. മൂർഖനെ ചവിട്ടിയ അവസ്ഥ ആയിരുന്നു. ഇന്നലെ വരെ എന്നെ കണ്ടാൽ പേടിച്ചു പോയിരുന്ന പെണ്ണ് ഇപ്പോൾ എന്നെ കടിച്ചു കീറും എന്ന നിലയിലെത്തി. വേണ്ടായിരുന്നു, അവളെ പേടിപ്പിച്ചു, അങ്ങനെ പോയാൽ മതിയായിരുന്നു. അതെ. പാറുവിന്റെ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. ഭക്ഷണം വേണമെങ്കിൽ താഴെ വാ, ഗൗരവത്തിൽ അവനെ നോക്കി പറഞ്ഞു. പാറു പോയി. അവളെ ഒന്ന് തളർത്താനുള്ള വഴിയും മനസ്സിൽ ഓർത്ത് അവൻ താഴേക്ക് നടന്നു. വൈകുന്നേരം അവർ പാറുവിന്റെ വീട്ടിലേക്ക് പോകുന്ന യാത്രയിൽ അവരൊന്നും മിണ്ടിയില്ല. പാറുവിന്റെ മനസ്സിൽ അവനോട് സംസാരിച്ച കാര്യങ്ങളായിരുന്നു. ഇത്രയും ധൈര്യം എങ്ങനെ വന്നു എന്ന് അവൾക്ക് തന്നെ അറിയില്ല. തന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതിന് പാറുവിന് ശരിക്കും കൊടുക്കാൻ തന്നെ കാശി തീരുമാനിച്ചിരുന്നു. ഇടക്ക് വെച്ച് ജീപ്പിൽ നിന്നും എത്ര സ്റ്റാർട്ട് ചെയ്തിട്ടും ശരിയായില്ല. അവളോടൊന്ന് തള്ളാൻ വേണ്ടി കാശി ആവശ്യപ്പെട്ടു. പാറു കഴിയും വിധം തള്ളി. പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടായി. കാശി അവളെ കയറ്റാതെ വണ്ടി എടുത്തു പോയി. പാറു കുറെ വിളിച്ചെങ്കിലും അവൻ നിർത്തിയില്ല. നിന്റെ അഹങ്കാരം കുറച്ച് കുറയട്ടെ, അവൻ മനസ്സിൽ പറഞ്ഞ് കുറച്ചു ദൂരം പോയി. അവളെ ഒന്ന് പേടിപ്പിക്കണം എന്ന് കരുതിയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പാറുവിനെ അവളൊന്നും കണ്ടില്ല. അവന് പേടി തോന്നി. അധികം ആൾ പെരുമാറ്റമില്ലാത്ത സ്ഥലമായിരുന്നു. അവൻ ചുറ്റും നോക്കിയെങ്കിലും എവിടെയും കണ്ടില്ല. അവൻ അവളുടെ പേര് വിളിച്ചലറി. ആ നിമിഷം ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. എന്ത് ചെയ്യണം എന്നറിയാതെ കാശി കുഴഞ്ഞു. ഒരു നേരത്തെ തമാശയ്ക്ക് വേണ്ടി താൻ അവളെ ഇട്ടുപോകാൻ പാടില്ലായിരുന്നു എന്നവൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. എന്തോ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നിയ പെട്ടെന്ന് ഫോൺ കടിക്കുന്ന ശബ്ദം കേട്ട് കാശി ഫോൺ എടുത്തു നോക്കി. അറിയാത്ത നമ്പറായിരുന്നു. അവൻ കുറച്ച് പേടിയോടെയാണ് ഫോൺ ചെവിയിൽ വെച്ചത്. അരുതാത്തൊന്നും സംഭവിക്കില്ലെന്ന് പ്രാർത്ഥിച്ചു. എടോ കെട്ടിയോനെ, ഞാൻ വീട്ടിലെത്തി. എന്നെ നോക്കി അവിടെ തന്നെ നിൽക്കാതെ വേഗം വീട്ടിൽ വരാൻ നോക്ക്. പാർവതിയുടെ ശബ്ദം കേട്ടതും അവന് ആശ്വാസമായി. പക്ഷെ അത് ദേഷ്യമായി പുറത്തു വന്നു. നീ എങ്ങനെ ആനടി അവിടെ എത്തിയേ? പറന്നു വന്നു. പിന്നെ ഒന്നും പറയാതെ അവൾ ഫോൺ കട്ടാക്കി. കാശി സമാധാനത്തോടെ ശ്വാസം നേരെ വിട്ടു. അവളുടെ അടുത്തേക്ക് പോകാൻ അവനും കൊതിയായി. അത്രമാത്രം അവളെ താൻ സ്നേഹിക്കുന്നെന്ന് തിരിച്ചറിയുമ്പോഴും അവൻ്റെ മനസ്സത്ര സമ്മതിച്ചില്ല. യാത്രയിലാണ് അവൻ്റെ മനസ്സിലെ ആറ്റൊരു കാര്യം വന്നത്. പാറു വിളിച്ച നമ്പർ അവൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്. വണ്ടി നിർത്തി കാശി ഫോൺ എടുത്തു നോക്കി. അതെ, അവൻ്റെ സംശയം ശരിയായിരുന്നു. അവൻ്റെ നമ്പർ തന്നെ. അപ്പോൾ പാർവതി അവൻ്റെ കൂടെയാണോ? മനസ്സിൽ ഈ ചോദ്യം ആവുന്നതും വണ്ടി പാഞ്ഞതും ഒരുമിച്ചായിരുന്നു. അവളുടെ വീടിൻ്റെ മുന്നിലെത്തുമ്പോൾ അവന് അവളെ ഒന്ന് കണ്ടാൽ മതി എന്നായിരുന്നു. ഉമ്മറത്തിരിക്കുന്ന ആളുകളൊന്നും നോക്കാതെ അവൻ അകത്തു കയറി പാറുവിനെ വിളിച്ചു. അവൻ്റെ വിളി കേട്ട് അടുക്കളയിൽ നിന്നും പാറു ഓടി വന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന കാശിയുടെ കോലം കണ്ട് അവൾക്ക് പേടി തോന്നി. പറയാതെ വന്നതുകൊണ്ട് തന്നോട് ദേഷ്യം കാണിക്കാൻ അവൻ വിളിച്ചതെന്ന് അവൾക്ക് അറിയാമായിരുന്നു. പാറുവിനെ കണ്ടതും കാശി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. വലിഞ്ഞു മുറുകുന്ന അവൻ്റെ കൈകൾക്കുള്ളിൽ കിടന്ന് അവൾക്ക് ശ്വാസം മുട്ടുമ്പോഴും അവളും അവനെ ഉറക്കെ പുണർന്നിരുന്നു. പരിസരം പോലും നോക്കാതെ അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു. ഇതെല്ലാം കണ്ട് അവിടെ ഉള്ള ഒരാൾക്ക് മാത്രം കണ്ണിൽ പക എരിയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലം എന്നോണം കയ്യിലെ പേപ്പർ ചുരുട്ടിക്കൂട്ടി. താൻ എന്താ ചെയ്യുന്നതെന്ന് ബോധം വന്ന് കാശി ചുറ്റും നോക്കി. പിന്നെ വേഗം തന്നെ അവളെ വിട്ടുമാറി നിന്നു. പാറിനൊരു ചമ്മലുണ്ടായി. അപ്പോഴാണ് തങ്ങളെ വിഷയിക്കുന്ന ആ കണ്ണുകളെ കാശി കണ്ടതും. അവയെ വീറോടെ അവനും നോക്കി. ഇവർ വരുമ്പോൾ മോള് വഴി നിൽക്കുന്നത് കണ്ടപ്പോൾ ഇവൻ്റെ കൂടെ പോന്നു. മോൻ വണ്ടി ശരിയായിപ്പോ എന്ന് പറഞ്ഞപ്പോൾ മാധവൻ പറയുമ്പോഴും കാശിയുടെ കണ്ണ് അവനിൽ തന്നെയായിരുന്നു. പാറു വേഗം തന്നെ അവിടുന്ന് സ്ഥലം വിട്ടിരുന്നു. ഇതാണ് നമ്മുടെ പാറുവിൻ്റെ ചെക്കൻ കാശി. അയാൾക്ക് കാശിയെ പരിചയപ്പെടുത്തി. അവൻ കാശിയെ നോക്കി ചിരിച്ചു. അത് പരിഹാസം കലരുന്നത് കാശി അറിഞ്ഞിരുന്നു. കാശി, ഇത് എൻ്റെ പെങ്ങളുടെ മോൻ ഇർഷി. കാശി അവനെ നോക്കിയും ഒന്ന് ചിരിച്ചു. അതിൻ്റെ അർത്ഥം അവന് മനസ്സിലായില്ല. കാത്തിരിക്കുന്ന ദിവസങ്ങൾ അടുത്തു വരുന്നതായി കാശി. ഋഷി ഒന്ന് കൂടെ രൂക്ഷമായി നോക്കി കാശി ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. ഋഷി എരിയുന്ന കനലോടെ അവനിൽ നിന്നും പുറത്ത് ഫോണിൽ സംസാരിച്ചു നിൽക്കുന്ന കാശിയുടെ പുറകിൽ വന്ന് പാർവതി വിളിച്ചു. കാശി അവളെ നോക്കാതെ തന്നെ നിന്നു. കുറേ നേരം കഴിഞ്ഞിട്ടും കാശി നോക്കാതെ കണ്ടപ്പോൾ പാറു അവൻ്റെ മുന്നിൽ കയറി നിന്നു. അപ്പോഴും അവളെ ശ്രദ്ധിക്കാതെ ഫോണിൽ സംസാരിച്ചു കൊണ്ട് അവനിൽ നിന്നു. ഫോൺ വെക്കുന്നത് വരെ അങ്ങനെ തന്നെ. എന്താടി നിന്റെ ഉണ്ടക്കണ്ണും കാണിച്ചു നിൽക്കുന്നത്?
ഇതാ ചായ. ഇത്രയും നേരം ഇത് തരാൻ വേണ്ടി നിന്നത്. പോയി നിന്റെ മുറ ചെറുക്കന് കൊടുക്കും. മോളെ കൊണ്ട് ഇത്രയും ദൂരം വന്നതല്ലേ, ക്ഷീണം കാണും. അവന് ഞാൻ കൊടുത്തു. അത് കേട്ടതും കാശിക്ക് ദേഷ്യം വന്നു. അവളുടെ വീടായതുകൊണ്ട് പിടിച്ചു നിന്നു. അവിടെ വെച്ചൊരു വഴക്ക് വേണ്ടെന്ന് കരുതി അവൻ ചായ വാങ്ങാൻ വേണ്ടി കൈ നീട്ടിയതും പാറു അത് ഒറ്റയ്ക്ക് വലിച്ചു കുടിച്ചു. അത് കണ്ട് കാശി അന്തം വിട്ടു നിന്നു. ചായ ചൂട് പോയി. ഇനി പോയി ചൂടാക്കി കൊണ്ട് വന്നു തരാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് മോൻ ഇപ്പോൾ കുടിക്കേണ്ട. ഡി, കാശി ദേഷ്യത്തിൽ വിളിച്ചതും പാറു ഓടി. ഇത് കണ്ടുകൊണ്ടാണ് ഋഷി അങ്ങോട്ട് വന്നത്. ഋഷിയുടെ വരവ് കണ്ട് കാശി പാറു പോയ വഴിയിൽ തന്നെ നോക്കി നിന്നു. എന്താടോ, കെട്ടിയ പെണ്ണിനെ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നത് ചെറ്റത്തരമല്ലേ? അത് നോക്കി നടക്കുന്ന നിന്നെപ്പോലുള്ള കോഴികൾ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ഡാ, ഋഷി കൈനീട്ടി വന്നതും കാശിയുടെ നോട്ടം കണ്ടു അവൻ പിന്മാറി. പണ്ട് ഞാൻ നിനക്കൊന്ന് തന്നതിൻ്റെ പാട് ഇപ്പോഴും ഉണ്ടല്ലോ ആ നെറ്റിയിൽ. ഇനിയും പാടുകളുടെ എണ്ണം കൂട്ടണോ? ഋഷി നെറ്റിയിൽ തടവി കാശിയെ നോക്കി. കാശി മുണ്ട മടക്കി കുത്തി ഷർട്ടിൻ്റെ കൈ മടക്കി വെച്ചു അവൻ്റെ അടുത്ത് വന്ന് ചെവിയിൽ പറഞ്ഞു. ഇന്നലെ രാത്രി അവളെ എൻ്റെ കൂടെയായിരുന്നു. നിനക്കറിയാലോ എനിക്ക് അവളോടുള്ള സ്നേഹം. അങ്ങനെയുള്ളപ്പോൾ അവളെ ഞാൻ വെറുതെ വിടും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എല്ലാം കൊണ്ടും അവൾ എൻ്റെയാണ്. അതുകൊണ്ട് ഒലിപ്പിച്ചു നടക്കാതെ പോകാൻ നോക്കി ചക്ക. മീശ വിരിച്ചു അവനെ ഒഴിഞ്ഞു നോക്കി കാശി അകത്തേക്ക് പോയി. ഋഷി അപ്പോഴും ആ വരവിൽ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ഓർത്തിച്ചിരിക്കുകയായിരുന്നു. പാർവതി മുറിയിൽ ചെല്ലുമ്പോൾ കാശി കട്ടിൽ കിടന്ന് സിഗരറ്റ് വലിക്കുകയായിരുന്നു. അവൾ അവൻ്റെ കയ്യിൽ നിന്നും അത് തട്ടിയിട്ടു. ഇവിടെ ഇതൊന്നും പറ്റില്ല. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. അത് മംഗലശ്ശേരി വീട്ടിൽ. ഇത് എൻ്റെ വീട്, എൻ്റെ റൂം. ഓഹോ, ഇവിടെ വന്നപ്പോൾ നാവിന് കുറച്ച് നീളം കൂടിയോ? എൻ്റെ നാവിൻ്റെ നീളം നോക്കാതെ പോയി കുളിക്കാൻ നോക്ക്. പിന്നെ ഇവിടെ പുറത്താണ് കുളിമുറി. നീയും വാ. അയ്യേ, ഞാൻ അത്തരക്കാരിയല്ല. ഡി, കളിക്കല്ലേ. എനിക്ക് സ്ഥലം അറിയില്ല. ഒന്ന് കാണിച്ചു തരാനാണ്. പാറുവിൻ്റെ പുറകിലായി കാശി നടന്നു. കുളിമുറിയിൽ അവനെ ആക്കി അവൾ അകത്തു നിന്നു. പിന്നെ ഫോൺ എടുത്ത് ദേവിയെ വിളിച്ചു. സംസാരിച്ച സമയം പോയത് പാറ അറിഞ്ഞിരുന്നില്ല. അവസാനം ഫോൺ കട്ടാക്കി തിരിഞ്ഞു നിന്നതും വാതിൽ അടച്ചതിൽ ചാരി നിൽക്കുന്ന കാശിയെ കണ്ട് അവളുടെ സകല കിളികളും പോയി. ഇത്രയും നേരം കാശിയുടെ കുറ്റം മുഴുവൻ പറഞ്ഞത് കേട്ട് കാണുമെന്ന് അവൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി. ഇനി രക്ഷയില്ലെന്ന് മനസ്സിലായി. അവളുടെ അടുത്തേക്ക് അവൻ പതിയെ ചുവടുകൾ വെച്ചു. അവൻ്റെ കണ്ണുകളുടെ കാന്തികതയിൽ വീണു പോകുമെന്ന് ആ നിമിഷം അവൾക്ക് തോന്നി. അവസാനം ചുമരിൽ തട്ടി നിന്നു. അവളുടെ ഇരുവശങ്ങളിലും കൈകൾ വെച്ചു കാശി അവളെ തന്നെ നോക്കി. അവളുടെ ദേഹത്തോട് കൂടുതൽ ചേർന്ന് നിന്നു. എന്താ? വിറയിൽ പുറത്ത് കാണിക്കാതെ പാർവതി ചോദിച്ചു. അപ്പോഴും അവൻ്റെ നോട്ടം അവളുടെ ചുണ്ടിൽ തന്നെയായിരുന്നു. നീ എന്താ ഈ മൂക്കുത്തി കളയാഞ്ഞതും? ഒട്ടും പ്രതീക്ഷിക്കാതെ അവനിൽ നിന്നും ആ ചോദ്യം കേട്ടതിൻ്റെ ഞെട്ടൽ അവളിൽ ഉണ്ടായി. അങ്ങനെ വേണം തോന്നുമ്പോൾ സ്നേഹിക്കാനും വേണ്ട തോന്നുമ്പോൾ ഉപേക്ഷിച്ച് പോകാനും എനിക്ക് കഴിയില്ല. എനിക്കിഷ്ടപ്പെട്ടതെന്നും എനിക്കിഷ്ടം തന്നെയായിരിക്കും. അവൻ്റെ കണ്ണുകളിൽ നോക്കി വീറോടെ അവൾ പറഞ്ഞു. ഒപ്പം കണ്ണുകളിൽ കണ്ണുനീർ ഉരുണ്ടുകൂടി. അങ്ങനെയാണെങ്കിൽ സ്നേഹിച്ചതിനെ ചതിച്ചതെന്തിന്? എല്ലാം വാക്കും തെറ്റിച്ച് നീ അവൻ്റെ കൂടെ പോയതെന്തിനാ? ഏട്ടാ, അന്നത്തെ സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് വെറും 15 വയസ്സുള്ളൂ. അന്ന് എങ്ങനെ ഞാൻ കൂടെ വരും? അവൻ പറഞ്ഞത് കൊണ്ട് മാത്രം. അല്ലെങ്കിൽ കൂടെ വന്നില്ലെങ്കിൽ കൂടി നീ എന്നെ തള്ളി പറയില്ല. നിങ്ങളുടെ വിചാരം എനിക്ക് ഋഷിയോട് പ്രേമമാണെന്നാണോ? പിന്നെ ഇല്ലാതെ. അവൻ്റെ കയ്യും പിടിച്ചല്ലേ എൻ്റെ മുന്നിലൂടെ നീ പോയത്. അത് കേട്ടതും പാറുവിന് ദേഷ്യം വന്നു. ഇത്ര സ്നേഹിച്ചിട്ടും തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർത്ത് അവനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എല്ലാ സമയം ആകുമ്പോൾ തെളിഞ്ഞോളും എന്ന് കരുതി അവൾ സമാധാനിച്ചു. എന്താ? സത്യം പറഞ്ഞപ്പോൾ നിന്റെ നാവ് എവിടെ? എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. മാറി നിന്നെ. പക്ഷേ എനിക്ക് നല്ല താല്പര്യമുണ്ട്. അവൾ കാശിയെ മുഖം കുറിപ്പിച്ചു നോക്കിയതും കാശി അവൾക്ക് നേരെ തല കുടഞ്ഞു. മുടിയിലെ വെള്ളം അവളുടെ മുഖത്തേക്ക് പാറു മുഖം ചെരിച്ചു നിന്നു. അവളുടെ ചുണ്ടിലും മുക്കുത്തിയിലും എല്ലാം തിളങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളികൾ കണ്ടു. അവൻ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുക്കാൻ അവന് തോന്നി. ഒരു നിമിഷം പാറുവിൻ്റെ കാശി അവനും രണ്ടുപേരുടെയും നോട്ടങ്ങൾ തമ്മിൽ ഉണ്ടാകുമ്പോൾ എല്ലാം ഉള്ളിൽ ഒന്നാകാൻ കുതിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ ചുണ്ടിലെ വെള്ളം കാശി കൈകൊണ്ട് പതിയെ തുടച്ചു. പാറു കണ്ണടച്ചു നിന്നു. അവളുടെ ചുണ്ടിലൂടെ കൈ ചലിപ്പിച്ചു കൊണ്ടേയിരുന്നു. ഒപ്പം അവയെ ലക്ഷ്യം വെച്ച് അവൻ്റെ ചുണ്ടുകൾ അടുത്തു.